സാധാരണ മുതിർന്നവരാണ് കുട്ടികൾക്ക് പ്രചോദനമാകാറുള്ളത്. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. എന്നാൽ കുട്ടികൾ മുതിർന്നവർക്ക് പ്രചോദനമാകുന്നത് അപൂർവം ആണ്. എന്നാൽ അത്തരം അപൂർവമായിട്ടൊരു കഥയാണ് പാലക്കാട് പൂളക്കാട് സ്വദേശികളായ തസ്ലിമയ്ക്കും അബൂ താഹിറിനും പറയാനുള്ളത്. അവർക്ക് നമ്മളോടൊപ്പം ഉണ്ട്. സാധാരണ പറഞ്ഞ പോലെ മുതിർന്നവരെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികളോട് പറയാറുള്ളത്, അല്ലേ? അതെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് തിരിച്ചാണല്ലോ, അല്ലേ? മക്കൾ പഠിക്കാൻ പോകുന്ന കണ്ടു. അങ്ങനെ മക്കൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കും പഠിക്കണമെന്നൊരു പൂതി വന്നു, അല്ലേ? അതെ, ഞങ്ങൾക്ക് പഠിക്കാൻ ഞങ്ങൾക്ക് മുമ്പ് കഴിയാതിരുന്നു, സാധിക്കാതിരുന്നപ്പോൾ അതായത് അന്ന് കാലത്ത് SLC പഠനം കഴിഞ്ഞല്ലേ, പിന്നെ 10ാം ക്ലാസ് മതി എന്നുള്ള ചിന്തയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം പഠിക്കണം എന്നില്ല എന്നുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളന്ന് പഠനം നിർത്തിയതൊക്കെ. 2000 ആയിരുന്നു ഞാൻ SLC എഴുതിയത്. അന്ന് തോറ്റു. പിന്നീട് ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി, മതപരം പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ നിന്ന് പഠിക്കാനും എഴുതാനുള്ള അവസരം കിട്ടിയപ്പോൾ SLC എഴുതി പാസ്സായി. പിന്നീട് നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ പ്രചോദനം, അത് പാണാവള്ളി അബ്ദുള്ള ഉസ്താദ്, അതുപോലെ തന്നെ ജുമുദ്ദീൻ ഉസ്താദ് പോലത്തെ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ പ്രചോദനം കൊണ്ടാണ് ഇതുപോലെ +2 എഴുതിയെടുക്കാനുള്ള താല്പര്യം മനസ്സിൽ വന്നത്. അങ്ങനെ എൻ്റെ ഭാര്യയോട് ഞാനത് പങ്കുവെച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കും അതുപോലെ എഴുതാൻ താല്പര്യമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് എന്നാൽ ഒന്നിച്ചങ്ങോട്ട് എഴുതാമെന്നുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ എഴുതാൻ മുതിരുകയും ചെയ്തത്. ഒരു പരീക്ഷ കഴിഞ്ഞു, അങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ എഴുതിയത് മലയാളം പാർട്ട് 2 ആണ്. എളുപ്പമായിരുന്നു, നന്നായി എഴുതുകയും ചെയ്തിട്ടുണ്ട്. 3 കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. ആ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? അതെ, പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പഠിക്കാനായിട്ട് തോന്നി. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ചിന്ത വന്നത്? മുമ്പ് ഇതുമാതിരി +1 കഴിഞ്ഞതാണ് ഞാൻ. +1 കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല. പഠിക്കണം എന്ന് അപ്പോഴും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ പോകുമ്പോൾ കുട്ടികളെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ അതൊരു ഇഷ്ടം തന്നെയാണ്. പിന്നെ അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ ചേരുന്നുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ നീയും വരണം പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. PSC ഒക്കെ എഴുതാൻ പറ്റുന്നില്ലേ? എല്ലാത്തിനും പറയുന്നുണ്ട് ആള്. PSC എഴുതിക്കോ പറയുന്നുണ്ട്. നിനക്ക് എന്താണോ തോന്നുന്നത് അത് നിനക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ടീച്ചർ ആവണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാതിരി നിനക്ക് എന്താണോ എടുക്കേണ്ടി, PPTTC എടുക്കണോ MTTC എടുക്കണോ, അത് എടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങളും കാണാൻ തുടങ്ങി, വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ വരാൻ തുടങ്ങി. നിങ്ങളോടൊപ്പം തന്നെ ഉപ്പയും ഇരുന്ന് പഠിക്കാറുണ്ടോ? അവര് പഠിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ പോയി ഇരുന്ന് പഠിക്കും. സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അവർക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കാറുണ്ട്, അവർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. കൂട്ടുകാർക്ക് അറിഞ്ഞപ്പോൾ എന്താ റിയാക്ഷൻ? അവരുടെ റിയാക്ഷൻ എന്താ? അങ്ങനെ പറയാറൊന്നുമില്ല. എക്സാം ആണ് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്ത് എക്സാം ചോദിക്കും. +2 എക്സാം ആണെന്നൊക്കെ പറയും. പഠിക്കണ്ടോ? അങ്ങനെ വിദ്യാഭ്യാസം മനുഷ്യ ജീവിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. ഇപ്പോൾ പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. +2 പോയതോടുകൂടി ഇനി +2 കഴിഞ്ഞ് ഡിഗ്രി എടുക്കണം, TTC ടീച്ചറാവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പൊടിതെറ്റി കിടക്കുകയാണ്. ജീവിതത്തിലേക്ക് പുതിയ സ്വപ്നങ്ങൾ കടന്നു വരുന്നു. അതിന് പൂർണ്ണ പിന്തുണയായിട്ട് 3 മക്കളും കൂടെയുണ്ട്. അങ്ങനെ അവർ ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. മൽഗൂഷ് സിമോനൊപ്പം S അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഈ കുടുംബത്തിന് പുതിയ പുതിയ ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ. നമുക്കിപ്പം അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുണെ, പഠിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല എന്നതിന്റെ തെളിവാണല്ലേ ഈ കുടുംബം? കാരണം കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്നിട്ടാണ് അവരും പഠിക്കുന്നത്. അപ്പം ആ വലിയ സ്വപ്നങ്ങൾ അവർക്കുണ്ട്. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ആഗ്രഹിച്ച സമയത്ത് നേടിയെടുക്കുക എന്നുള്ളത് ചിലപ്പോൾ നടക്കണമെന്നില്ല. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് ഇന്ന സമയത്താണ്, പിന്നെ ജോലി ഇത്ര വയസ്സിനകം ജോലി വേണം, അതിനുശേഷം കുടുംബജീവിതത്തിലേക്ക് ഇത്ര വയസ്സിൽ കടക്കണം, അങ്ങനെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ചോ ആഗ്രഹത്തിനനുസരിച്ചോ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. തസ്ലീമയുടെയും അബൂ താഹിറിൻ്റെയും ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം അവർ വിദ്യാഭ്യാസം ചെയ്തു വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങളുണ്ട്. പക്ഷേ പിന്നീട് ഒരു അവസരം വരുമ്പോൾ നമ്മളത് കയ്യെത്തി പിടിക്കണം. അതാണ് ആ കയ്യെത്തി പിടിക്കണം എന്നുള്ളതാണ് അബൂ താഹിറും തസ്ലീമയും പറഞ്ഞു തരുന്നത്. അവർക്ക് പഠനം തുടരാൻ, വിദ്യാഭ്യാസം തുടരാൻ ഒരവസരം കിട്ടിയപ്പോൾ അവരത് ഉപയോഗപ്പെടുത്തി. 3 കുട്ടികളുണ്ട്. അതൊന്നും ഒരു തടസ്സമല്ല, അതൊരു പ്രചോദനമായി തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ സംസാരിച്ചപ്പോൾ കേട്ടില്ലേ, തസ്ലീമ പറയുന്നത് എനിക്ക് പണ്ട് ടീച്ചറാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ 10ാം ക്ലാസ് പാസ്സായി, പിന്നെ +1 പോയി, പിന്നെ കുടുംബജീവിതത്തിലേക്ക് വന്നതോടുകൂടി അത് ഉപേക്ഷിക്കേണ്ടി വന്നു, കുഞ്ഞുങ്ങളായി എല്ലാമായി. പക്ഷേ ഇപ്പോൾ ആ ആഗ്രഹം വിദ്യാഭ്യാസത്തിലൂടെ വീണ്ടും പൊടിതെറ്റി എടുത്തിരിക്കുകയാണ്. അതിന് പൂർണ്ണ പിന്തുണയുമായിട്ട് 3 മക്കളും ഉണ്ട്. ഈ
മക്കളോടൊപ്പം ഇരുന്നാണ് ഈ അച്ഛനും അമ്മയും പഠിക്കുന്നത്. നമുക്കത് അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു ദൃശ്യമാണ്. കാരണം നമുക്കറിയാം വീട്ടിൽ മക്കളെ പഠിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് സാധാരണ അച്ഛനമ്മമാരൊക്കെ. പക്ഷേ ഇത് മക്കളോടൊപ്പം ഇരുന്ന് അവരത് പഠിക്കുന്നു. അങ്ങനെ ഒരു സ്കൂളായി വേണമെങ്കിൽ ആ വീട് മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ അവരെല്ലാം സ്കൂളിൽ പോകുന്നു, അതിനുശേഷം വൈകിട്ട് വീണ്ടും അവർക്ക് കൂടിയിരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ അതാണ് വിദ്യാഭ്യാസം ഓരോ മനുഷ്യനിലും വരുത്തുന്ന മാറ്റമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലും നടത്താം. അതോടൊപ്പം തന്നെ തസ്ലീമിയുടെ കാര്യത്തിൽ നേരത്തെ ഒന്നുകൂടെ പറയുകയാണത് അവർക്ക് അവരുടെ ആഗ്രഹം ടീച്ചർ ആകണമെന്നുള്ള ആഗ്രഹം നേടിയെടുക്കാൻ കഴിയും. അതിന് പൂർണ്ണ പിന്തുണയായിട്ട് അബൂ താഹിർ തീർച്ചയായിട്ടും പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് ഒപ്പമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കേണ്ട സമയത്ത് അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ആഗ്രഹം തളർത്തി കളഞ്ഞില്ലല്ലോ, അവർ പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് മാതൃകാപരമായ കാര്യം.